ഗാർലിക് ബ്രെഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഈ പിസ്സ ഹട്ടിലും ഡൊമിനോസിലും ഒക്കെ ഈ ഗാർലിക് ബ്രെഡ് അവൈലബിൾ ആണ്. അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവേ. അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അത് ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കുക. പിന്നെ മിക്സഡ് ജാറിലിട്ട് അരച്ചാലും മതി, ഞാൻ കല്ലരച്ചെടുക്കുവാണേ. ഈ ഒരു പരുവത്തിന് ചതച്ചെടുക്കണേ. അതിന് ശേഷം സോൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അൺസോൾട്ടഡ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കാത്ത ബട്ടറായി എടുക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇതിൽ ഉപ്പുള്ള ബട്ടറാണ്. അപ്പോൾ അത് ഞാൻ വെളുത്തുള്ളിയുടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ചതച്ചെടുത്ത്. പിന്നെ ഒറിഗാനോ ഉണ്ടല്ലോ, നമ്മൾ ഈ പിസ്സയുടെ ഒക്കെ മസാലയൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതും ചേർക്കണം. അതാണ് അതിൻ്റെ മെയിൻ ഫ്ലേവർ വരുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. പിന്നെ ബ്രെഡിൽ നമുക്ക് ഈ മിശ്രിതം നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കുവാണേ. ബ്രെഡിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിശ്രിതം ഉണ്ടല്ലോ, ഗാർലിക്കിൻ്റെയും ബട്ടറും എല്ലാം കൂടെ, അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഒരു സൈഡിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി, മറ്റേ സൈഡിൽ തേക്കണ്ട, 1 സൈഡ് മാത്രം മതി. അപ്പോൾ എല്ലാ ബ്രെഡിലോട്ട് ഞാൻ മിശ്രിതം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാവേ. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു സൈഡിലല്ല നമ്മളത് തേച്ചിട്ടുള്ളൂ, അപ്പോൾ മറ്റേ സൈഡിൽ നോർമൽ ബട്ടർ തേച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഓരോ ബ്രെഡും ഉണ്ടല്ലോ ഇട്ടിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ലൈറ്റ് ബ്രൗണിഷ് ആവുന്നിടം വരെ, അതായത് ഇതുപോലെ ലൈറ്റ് ബ്രൗണിഷ് ആവുന്നിടം വരെ മുരിച്ചെടുത്താൽ മതി. അത് നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവറിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒറിഗാനോ ഉണ്ടല്ലോ, നമുക്ക് മോറിലും ഈ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്.